പെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഇപ്പോൾ പ്രതി അഫാന്റെ നിർണായകമായ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഫർസാന എന്ന് പറയുന്ന പെൺസുഹൃത്തിനെ കൊന്നത് ഈ കൂട്ടക്കൊലകളെല്ലാം നടത്തിയ കാര്യം ഏറ്റുപറഞ്ഞതിന് ശേഷമായിരുന്നു. അതായത് ഞാൻ ഇത്രയും പേരെ കൊലപ്പെടുത്തിയെന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞതിന് ശേഷമാണ് അവരെ കൊല്ലുന്നത്. ഈ ഇത്രയും കൊലപാതകം നടത്തി എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ചോദിച്ചു, അപ്പോൾ ഇനി എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചു. അതിനുള്ള ഉത്തരമായിട്ട് ഈ അഫാൻ ചെയ്തത് ആ ചുറ്റികയെടുത്ത് ആ കുട്ടിയുടെ തലയ്ക്കടിക്കുകയായിരുന്നു. കടബാധ്യതയ്ക്ക് കാരണം അമ്മയാണെന്ന് മുത്തശ്ശി സൽമാ ബീവി നിരന്തരം കുറ്റപ്പെടുത്തുമായിരുന്നു. അപ്പോൾ ആ വൈരാഗ്യത്തിൻ്റെ പേരിലാണ്, അമ്മയെ കുറ്റപ്പെടുത്തിയതിൻ്റെ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് മുത്തശ്ശിയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഇയാൾ പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ വിജിൻ നമ്മളോടൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്, വെഞ്ഞാറമൂട്ടിൽ നിന്ന്. വിജിൻ, ഇപ്പോൾ അഫാന്റെ മൊഴികൾ പുറത്തു വരികയാണ്. അതായത് കൊലപാതകങ്ങളെല്ലാം ഫർസാനയോട് ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നത്. മുത്തശ്ശിയെ കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് പറയുന്നത് കടബാധ്യതകളുടെ കാരണം അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു. ആ വൈരാഗ്യത്തിന്റെ പുറത്ത് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നു. മനു, ഇന്നലെ സൽമാ ബീബി, അതായത് ഉമ്മുമ്മയുടെ കേസിൽ, കൊലപാതക കേസിൽ ഇന്നലെയാണ് പോലീസ് ഈ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്തിന് മുമ്പ് പാങ്ങോട് പോലീസിന് നൽകിയ മൊഴിയിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അഫാൻ പറയുന്നതെന്നുള്ളതാണ്. ആർക്കും കേട്ടാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള വാക്കുകളാണ് അഫാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. ഇതിന് കാരണം ഓരോ തരത്തിൽ ഓരോ കൊലപാതകത്തിനും കാരണവും പലതാണ് എന്ന കാര്യവും അഫാൻ പറയുന്നുണ്ട്. ഒന്ന് കടബാധ്യതയാണ്. ഉമ്മയെ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നിൽ, അനിയനെ കൊലപ്പെടുത്തിയതിന് പിന്നിലും കടബാധ്യത തന്നെയാണ്. ഒരു ആത്മഹത്യയിലേക്ക് ഒക്കെ പോകാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. അതിനുശേഷമാണ് ആത്മഹത്യ ചെയ്യാൻ ഭയമാണ് എന്ന് പറഞ്ഞ ശേഷം സ്വയം ഉമ്മയെയും അനിയനെയും ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ഉമ്മ സൽമാ ബീബിയെ കൊലപ്പെടുത്തിയത് ഉമ്മയാണ്. ഈ കടത്തിനൊക്കെ കാരണം ഉമ്മയാണ്. അധിക സാമ്പത്തിക ബാധ്യതയൊക്കെ കുടുംബത്തിൽ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് എന്നാണ് ഇപ്പോൾ അഫാൻ പറയുന്നത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അഫാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒരു കടബാധ്യതയുടെ പേരിൽ ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്തത് എങ്ങനെ എന്നുള്ള ഒരു ആശങ്കയും ആശ്ചര്യവും തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. എന്തായാലും ഈ ഫർസാനയെ കൊലപ്പെടുത്തും മുമ്പ് മറ്റുള്ളവരെയൊക്കെ കൊലപ്പെടുത്തിയ കാര്യം അഫാൻ ഫർസാനയോട് പറഞ്ഞു എന്നുള്ളതാണ് അഫാൻ തന്നെ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ലത്തീഫ് എന്ന് പറയുന്ന അച്ഛൻ്റെ സഹോദരൻ, അദ്ദേഹത്തെ കൊല്ലാനുള്ള കാരണവും ഈ കടബാധ്യത തീർക്കാൻ വീട് വിൽക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് ഉപ്പ പറഞ്ഞിരുന്നു. പക്ഷേ അത് ഈ ലത്തീഫ് സമ്മതിച്ചില്ല. അതിലുള്ള വൈരാഗ്യമാണ് ലത്തീഫിനെ കൊല്ലാൻ കാരണം. പക്ഷേ ലത്തീഫിൻ്റെ ഭാര്യ സാജിദ ബീഗത്തെ കൊല്ലാനുള്ള കാരണം ഈ കൊലപാതക വിവരം ആരോടെങ്കിലും പുറത്തു പറയുമോ എന്ന ഭയത്താലാണ് എന്നാണ് അഫാൻ പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഫർസാനയെ കൊലപ്പെടുത്തും മുമ്പ് ഇക്കാര്യങ്ങൾ ഒക്കെ പറഞ്ഞപ്പോൾ ഫർസാന തിരിച്ചു ചോദിച്ചത് ഇനി എങ്ങനെ നമ്മൾ ജീവിക്കുമെന്നാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തലയ്ക്ക് ചുറ്റിക കൊണ്ട് മാരകമായി അടിച്ചത് എന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന കേരളം ഞെട്ടുന്ന ഒരു വിവരങ്ങൾ തന്നെയാണ്. ഓരോ ദിവസവും ഈ കാര്യത്തിൽ, ഈ കൊലപാതക പരമ്പരകളുടെ കാര്യത്തിൽ, കൂട്ടക്കൊലയുടെ കാര്യത്തിലൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് ദുരൂഹത ഈ കേസിൽ മാറാനുണ്ട്, നീങ്ങാനുണ്ട്. അതിനായാണ് ഈ ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്താൻ അല്പസമയം മുമ്പ് പോലീസ് ഇവിടുത്തെ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുക. എന്തായാലും അതിനു മുമ്പ് തന്നെ ഉപ്പ അബ്ദുൾ റഹീം അല്പസമയത്തിനകം തന്നെ ഈ ആശുപത്രിയിലെത്തി ഉമ്മയെ കാണും, നേരെ ഇങ്ങോട്ട് വരാം എന്ന് DK മുരളിയെ അറിയിച്ചു എന്നാണ് DK മുരളി തന്നെ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ കുടുംബം തീരുമാനിച്ചിരുന്നത് വീട്ടിലേക്ക് പോയി സഹോദരൻ്റെ റഷീദിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഫ്രഷായ ശേഷം തിരിച്ചു വരാം എന്നായിരുന്നു കുടുംബം തീരുമാനിച്ചത്. ഒപ്പം തന്നെ പള്ളി കമ്മിറ്റിയൊക്കെ ഇയാളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ ആളുകൾ ഒക്കെ തീരുമാനിച്ചത് അങ്ങനെയായിരുന്നു. പക്ഷേ അത് വേണ്ട, തനിക്ക് ഭാര്യയെ കാണണം എന്ന് പറഞ്ഞു എന്നാണ് DK മുരളി MLA അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്തായാലും അദ്ദേഹവും ഒക്കെ ഈ വിഷയത്തിൽ സജീവമായി തന്നെ ഇടപെട്ട് നിൽക്കുന്ന ആളാണ്. അതിനുശേഷം അദ്ദേഹത്തെയും കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് നേരെ ഈ ഗോകുലം മെഡിക്കൽ കോളേജിലെത്തി ഭാര്യയെ കണ്ട ശേഷം തിരിച്ച് ഈ ശവക്കല്ലറിയിലേക്കൊക്കെ പോകും. കബറടക്കം നടന്ന സ്ഥലത്തേക്ക് ഒക്കെ പോകും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരും ഒപ്പം തന്നെ അവിടുത്തെ പ്രദേശവാസികളും ഒക്കെ ചേർന്ന് തീരുമാനിക്കുക. ശരി വിജിൻ, ഏതായാലും ഈ അഫാന്റെ മൊഴി നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ അമ്പരപ്പോടെയാണ് കേട്ടു നിൽക്കുന്നത്. എന്തൊക്കെയാണ് ആ കൊച്ചു പയ്യൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്നത് എന്ന്. കൊച്ചു പയ്യനൊന്നും വിളിക്കാൻ കഴിയില്ല, കാരണം അത്രമാത്രം ക്രിമിനൽ മൈൻഡുള്ള ഒരാളാണ് അഫാൻ. എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയിരിക്കുന്നത്. കുറ്റം ഏറ്റു പറഞ്ഞിട്ട്
അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ തറയിലേക്ക് ചുറ്റികയെടുത്ത് അടിക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, ആ മനസ്സ് എത്രമാത്രം ക്രൂരമായിരുന്നുവെന്ന്. ഇത്രയും കാലം സ്നേഹിച്ചു കൊണ്ട് നടന്ന പെൺകുട്ടിയാണ്. ഒപ്പം തന്നെ സ്വന്തം അനിയനെ വരെ കൊലപ്പെടുത്താൻ കഴിയുന്ന ഒരാൾക്ക് കാമുകി എത്ര നിസ്സാരമല്ലേ എന്ന് ചിന്തിക്കേണ്ടി വരും. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന മൊഴികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് വിജിൻ നൽകിയത്.